ചില മനുഷ്യർ രാവിലെ 6 മണിക്കാണ് ഉറക്കമുണരുന്നത്, ചിലരാണെങ്കിൽ 8 മണിക്ക്. പക്ഷെ ഇത് ചിലർക്ക് 10 മണിയാകും കേട്ടോ. പക്ഷെ രാഷ്ട്രീയത്തിൽ ചിലരുണ്ട്, അവർക്ക് 5 വർഷം കഴിഞ്ഞാലും ഈ ഉറക്കം അങ്ങോട്ട് തീരില്ല. അങ്ങനെ ഒരു ഉണർവുമായിട്ടാണ് നമ്മുടെ കങ്കണ ചേച്ചി ഇപ്പൊ വന്നിരിക്കുന്നത്. ഞാൻ മുമ്പ് മിതവാദിയായ ഒരു ഹിന്ദു ആയിരുന്നു, ഇപ്പോൾ ഉണർന്ന ഹിന്ദുവാണ്. ചേച്ചി ഇത്രയും നാൾ സ്നൂസ് ബട്ടൺ അമർത്തി കിടക്കായിരുന്നോ? അല്ലെങ്കിൽ ഇപ്പോഴാണോ മൊബൈലിന്റെ അലാറം മുഴങ്ങിയത്? കങ്കണ ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? നമ്മൾ ഒരു ദിവസം മുഴുവൻ വാർത്ത നോക്കിയാലും ഒരു വിവാദം കിട്ടാൻ പാടാണ്. പക്ഷെ ചേച്ചിക്ക് ഒരു മൈക്ക് കണ്ടാൽ മാത്രം മതി. 2 ഹെഡ്ലൈനും 3 ട്രെൻഡും 5 ട്വീറ്റും റെഡിയാണ്. MP ആയ ദിവസം മുതൽ വാർത്തയോട് വാർത്ത തന്നെയാണ്. സിനിമ ഇറങ്ങിയാൽ വാർത്ത, സിനിമ ഇല്ലെങ്കിലും വാർത്ത. അങ്ങനെ ന്യൂസ് ചാനലുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കും സ്ഥിരം കണ്ടന്റ് പ്രൊവൈഡറാണ് ചേച്ചി. ഇപ്പൊ ചേച്ചി പറയുന്നത് ചേച്ചി ഒരു ഉണർന്ന ഹിന്ദു ആണെന്നാണ്. അതിലൊരു പ്രശ്നവുമില്ല ചേച്ചി. ഓരോ മനുഷ്യനും തൻ്റെ വിശ്വാസം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഉണർവ് എന്നത് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടുന്നത് മാത്രമാണോ? അത് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നതാണോ? ഒരു MP ഉണർന്നിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ പാർലമെന്റിൽ ജനങ്ങളുടെ പ്രശ്നം പറയുമ്പോഴാണ് അത് ജനങ്ങൾക്ക് തോന്നേണ്ടത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഹിമാചലിലെ ദുരന്തങ്ങൾ, ഇതിലൊക്കെയല്ലേ ആദ്യം ഉണരേണ്ടത്. കങ്കണ ചേച്ചി കാണുമ്പോഴും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കാണുമ്പോഴും ഒക്കെ നമ്മുടെ കേരളത്തിലുള്ള ചില ആളുകളെയൊക്കെ ഓർമ്മ വരും കേട്ടോ. ഈ ആഴ്ചയിൽ പുതിയ പ്രഖ്യാപനവും പുതിയ വെളിപ്പെടുത്തലും ഒക്കെ ആയിട്ട് വരുന്നവരെ പോലെ, ഈ ശശികലയൊക്കെ പോലെയുള്ളവരെ, അതുപോലെ ദേശീയ തലത്തിൽ എല്ലാ ആഴ്ചയും ഒരു പുതിയ കങ്കണ എപ്പിസോഡ് ഉണ്ടായിരിക്കും. അടുത്ത ആഴ്ച എന്തായിരിക്കുമെന്ന് ആർക്കും തന്നെ പ്രവചിക്കാനും പറ്റില്ല. MP ആയ ഉടനെ വിമാനത്താവളത്തിൽ നടന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു അടിപിടി, രാജ്യം മുഴുവൻ ചർച്ചയായ ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ അതിനുശേഷം കുറച്ചെങ്കിലും വിവാദങ്ങൾ കുറയുമെന്ന് കരുതി. അങ്ങനെ കരുതിയവർക്ക് തെറ്റി കേട്ടോ. കാരണം കങ്കണ ചേച്ചിയുടെ ജീവിതത്തിൽ വിവാദം എന്നത് ഈ മൊബൈലില് ഡിഫോൾട്ട് റിംഗ് ടോൺ പോലെയാണ്, ഓഫ് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥ ഉണർവ് എന്താണെന്നറിയാമോ? സ്വന്തം വിശ്വാസം മറ്റൊരാളുടെ തലയിലിടാതെ ജീവിക്കാൻ കഴിയുന്നതാണ്. ജനങ്ങൾ വോട്ട് ചെയ്തയച്ച പാർലമെന്റിൽ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നതാണ്. ഹെഡ്ലൈൻ ഉണ്ടാക്കുന്നതല്ല, ഹെൽപ്പ് ലൈൻ ആകുന്നതാണ്. ഒരു MP യഥാർത്ഥ ജോലി വൈറലാവുകയല്ല, ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ്. അതുകൊണ്ട് കങ്കണ ചേച്ചി ഉണർന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ ഇനി അലാറം ഓഫ് ചെയ്ത് ജോലിക്കായിട്ട് ഇറങ്ങിക്കോളൂ. കാരണം ഇന്ത്യക്കിപ്പോൾ ഏറ്റവും ആവശ്യം മറ്റൊരു വിവാദമല്ല, ജോലി ചെയ്യുന്ന ജനപ്രതിനിധികളെയാണ്.